എൻ്റെ അടുത്തൊരു ഒരു മകൻ എൻ്റെ അടുത്ത് പങ്കുവച്ചത്, അവൻ ആദ്യമായി ലഹരി ഉപയോഗിച്ചതിന് ശേഷം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ മാതാപിതാക്കൾ അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ്. ആലോചിച്ച് നോക്കുക, എത്ര ബുദ്ധിമുട്ടാണ് മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട്. പലപ്പോഴും പെൺമക്കൾ ഉപയോഗിക്കുന്നത് തിരിച്ചറിയുകയില്ല പലപ്പോഴും. അത് അത്രയും മനോഹരമായിട്ട് അവരത് മൂടി വയ്ക്കാറുണ്ട്. എന്തിനായാലും പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരുത്തൻ അവൻ്റെ അപ്പനും അമ്മയും ഒരു മകനെയും കൊണ്ടുവന്ന് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിനായിട്ട് വന്നതാണ്. അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പാരൻസിന് അപ്പോഴും അറിഞ്ഞുകൂടാ. ചില പ്രത്യേകതകൾ കാരണം, ചില സ്വഭാവ സവിശേഷതകൾ കാരണം അവർക്കൊരു സംശയം, ഇവൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഈ അപ്പനും അമ്മയും പറഞ്ഞു എൻ്റെ അടുത്ത്, 3 ദിവസം അവനെ ഒരു മുറിയിൽ ഞങ്ങൾ പൂട്ടിയിട്ടു. ഭക്ഷണമൊക്കെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവന് കൊടുത്തു. 3 ദിവസം അവൻ്റെ റൂമിൽ അവനെ പൂട്ടിയിട്ടു. ബാത്റൂമൊക്കെ ഉള്ള റൂമാണ്, പുറത്തേക്ക് അവനെ വിട്ടില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് അച്ചോ അവന് ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല എന്നാണ്. കാരണം 3 ദിവസം അവൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. റൂമിൽ പ്രത്യേകിച്ച് വേറെ ലഹരി വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കഞ്ചാവോ അങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊന്നും തന്നെ ഉണ്ടായില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം ഇതാണ്, ഈ പാരൻസ് ലഹരി അതിനെക്കുറിച്ചുള്ള അവരുടെ മനസ്സിലുള്ള ധാരണ കഞ്ചാവാണ്. ഇപ്പോൾ MDMA ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് MDMAനെ കുറിച്ചൊരു ധാരണയുണ്ട്. വേറെ ഡ്രഗുകളുണ്ട്, ഇഷ്ടം പോലെ തരത്തിലുള്ള ഡ്രഗുകൾ ഇന്ന് മാർക്കറ്റിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കഞ്ചാവ് മാത്രമാണ് ലഹരി എന്ന് നമ്മൾ വിചാരിച്ചേക്കരുത്. അപ്പോൾ ഈ പാരൻ്റ് അറിയാതെ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മകൻ സ്റ്റാമ്പ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, LSD എന്ന് പറയുന്ന തരത്തിലുള്ള ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഒരു മകൻ പുറത്തു നിന്ന്, ഇന്ത്യക്ക് പുറത്തു നിന്ന് അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇന്ത്യയിലേക്ക് വന്ന് കേരളത്തിൽ വന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുകയാണ്. അപ്പോഴും അപ്പനും അമ്മയ്ക്ക് സംശയമുണ്ട്, അവൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ ലഹരി അവൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് സംശയമാണ്. തിരിച്ചറിയാൻ എളുപ്പമല്ല. ഈ മകൻ ലഹരി കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതെനിക്ക് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അവൻ അമ്മയുടെ ബൈബിളിൻ്റെ ഉള്ളിൽ LSD സ്റ്റാമ്പ് വെച്ചിട്ടാണ് അവൻ ഇന്ത്യയിലേക്ക് പുറത്തു നിന്ന്, അവൻ്റെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് അവൻ ഡ്രഗ് കൊണ്ടുവന്നത്. ഒരാൾക്കും തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ മക്കൾ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ആദ്യം തന്നെ പാരൻസ് തിരിച്ചറിയണം. എന്നിട്ട് എന്ത് വേണം? തീർച്ചയായിട്ടും അവരൊരു ജാഗ്രത പുലർത്തണം. എന്തൊക്കെ തരത്തിലുള്ള ഡ്രഗുകളാണ് ഉള്ളതെന്ന് അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പാരൻസിനും ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ 1-2 ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകതകളും ആ ഡ്രഗ് എൻ്റെ മകൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഇല്ല എന്നുള്ള കൺക്ലൂഷനിൽ എത്തിച്ചേരും. എളുപ്പമല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതുകൊണ്ട് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. പലതരത്തിലുള്ള ഡ്രഗുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സഹോദരനാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പറഞ്ഞു തരാനായിട്ട് വരുന്നത്. അവൻ പറഞ്ഞതിന് ശേഷം നമ്മുടെ മനഃശാസ്ത്രജ്ഞൻ കൂടുതൽ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കും. ആ മകനെ നമുക്ക് ശ്രമിക്കാം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ലഹരിയിൽ അടിമപ്പെട്ടു പോയ ഒരാളാണ്. എൻ്റെ 8th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ലഹരി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലഹരി എന്ന് പറഞ്ഞാൽ അത് സിഗരറ്റാണ്. ഞാൻ സിഗരറ്റിൽ തുടങ്ങി. ഞാൻ 7 വർഷത്തോളം പല ലഹരികളിലും അടിമപ്പെട്ടു പോയി. ഞാൻ ലഹരി ഉപയോഗിച്ചിട്ട് എൻ്റെ അമ്മയെയും എൻ്റെ അപ്പനെയും കബളിപ്പിച്ച ഞാൻ ലഹരി ഉപയോഗിച്ചതിന് ശേഷം 1.5 വർഷത്തിന് ശേഷമാണ് എൻ്റെ വീട്ടുകാർ ഇത് കണ്ടുപിടിക്കുന്നതും ഞാൻ ഇതിന് പിടികൊടുക്കുന്നതും. ആദ്യമായി സിഗരറ്റ് ഞാൻ വലിച്ചപ്പോൾ അതിന് പിടികൊടുക്കാതിരിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു മെത്തേഡാണ് ഞാൻ മാവില ഞാൻ എൻ്റെ മുഖത്തും വായിലും ചവയ്ക്കുകയും മുഖത്ത് പുരട്ടുകയും എല്ലാം ചെയ്തു. അപ്പോൾ സിഗരറ്റിൻ്റെ മണം, സ്മെല്ല് വീട്ടുകാർക്ക് കിട്ടാതിരിക്കുകയും ഞാൻ അന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി ഇതിൽ നിന്നൊരു സുഖം കിട്ടുമെന്നും ഈ ലഹരി നല്ലതാണെന്നും ഞാൻ മനസ്സിലാക്കി. പിന്നീട്
ഇതിൻ്റെ കാലഘട്ടം മുന്നോട്ട് പോകുന്തോറും ഞാൻ ഓരോ ലഹരി ഉപയോഗിക്കുകയും കഞ്ചാവ്, MDMA, അതുപോലെ മദ്യപാനം, അങ്ങനെയുള്ള എല്ലാ ലഹരികളിലേക്കും കടക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കഞ്ചാവിൻ്റെ ഉപയോഗം കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയപ്പോഴും MDMA ഞാൻ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയപ്പോഴും എൻ്റെ വസ്ത്രധാരണയിലുള്ള മാറ്റങ്ങൾ തന്നെ ഇതിനൊരു ലക്ഷണമായി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വസ്ത്രധാരണ ഞാൻ ആകെ ചേഞ്ച് ആക്കാൻ തുടങ്ങി. നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ടാറ്റു, അതുപോലെ തന്നെ മുടിയിൽ വരുത്തുന്ന ചേഞ്ചസ്, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ വികൃതമായ ഡ്രസ്സിങ്, ഇതൊക്കെ ഇതിനുള്ളൊരു സൂചനയാണ്. അതുപോലെ തന്നെ കഞ്ചാവ് അടിക്കുന്നവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അതല്ലെങ്കിൽ ഇത് പിടികൊടുക്കാതിരിക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഐബോർഗ് യൂസ് ചെയ്യും. അതൊരു ഐ ക്ലീനറാണ്. പക്ഷേ കണ്ണിൻ്റെ ചുവപ്പ് നിറത്തെ മാറ്റാനായിട്ട്, കണ്ണ് വൈറ്റ് കളറായിട്ട് തന്നെ നിൽക്കാനായിട്ട് അത് ഐബോർക്കിനെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ കൺമഷി എഴുതും. ഇതൊക്കെ ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ഞാനത് കഴിഞ്ഞ് എൻ്റെ ലൈഫിൽ ഞാൻ ഉപരിപഠനത്തിനായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയും 1 വർഷം കണ്ടിന്യൂസ് അവിടെ പഠിക്കുകയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരിക്ക് അടിമയാണെന്നൊക്കെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. ഞാനൊരു 1.5 വർഷം ഞാൻ വീട്ടുകാരെ കബളിപ്പിക്കുകയും ഞാൻ ലഹരി ഉപയോഗിക്കുകയും ചെയ്തു. ലഹരി ഉപയോഗിച്ചതിന് ശേഷം വീട്ടുകാർക്ക് ഇത് മനസ്സിലായതിന് ശേഷം എന്നെ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ 6-7 വർഷം ഞാൻ കണ്ടിന്യൂസ് ഇതിനടിമപ്പെട്ട് തന്നെയിരുന്നു. ആ 6-7 വർഷം എൻ്റെ അമ്മ ഒഴുക്കിയ കണ്ണുനീര് എത്ര കടലിനോളം വരുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ ഇത് ഇപ്പം ശക്തിയോടെ ഞങ്ങൾക്ക് നിർത്തി, അല്ലെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ദൈവം എന്ന ലഹരി ഞങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. ആ ദൈവം ഞങ്ങളെ ഒരു കാരണത്താലും ഈ ലഹരിയിലേക്ക് വീഴ്ത്തില്ല എന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ലഹരി ഉപയോഗിക്കുന്ന ഒരു മകനെയോ മകളെയോ അച്ഛനമ്മമാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ പല ലഹരികളും അതിൻ്റെ മണമോ രുചിയോ ഒന്നും കാണാത്ത പല ലഹരികളും ഇന്ന് അവൈലബിളാണ്, ലഭ്യമാണ്. പക്ഷെ നമുക്ക് അവരെ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിന്ന് ശ്രവിച്ച ആ മകൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ മകൻ എങ്ങനെയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുക, ഞാനത് ചെയ്യുന്നില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള മനസ്സിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു പ്രവണത നമുക്കെല്ലാവർക്കുമുണ്ട്. എങ്ങനെ തെറ്റിനെ മറയ്ക്കാം, അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ആ മകൻ നിങ്ങളോട് പങ്കുവച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം, ശാരീരികമായ ചില മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാകും, പക്ഷെ അതിനെ മറയ്ക്കാനുള്ള ചില ടെക്നിക്കുകളെല്ലാം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് മറയ്ക്കുവാൻ സാധിക്കുകയില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് സ്വാതന്ത്ര്യവും സുഖവും എക്സസീവായിട്ട് അന്വേഷിക്കുന്ന പ്രകൃതം. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെയോ സുഖത്തെയോ ഒന്ന് തടഞ്ഞു നോക്കി കഴിഞ്ഞാൽ അവർ സാധാരണയിൽ വിട്ടുള്ള ഒരു റിയാക്ഷൻ കാണിക്കും. മറ്റൊരു കാര്യം, മിസ്റ്റീരിയസ് അപ്പിയറൻസ്. കഴുത്തിൽ ചീങ്കണ്ണി, പന്നിയുടെ തേറ്റയുടെ പോലുള്ള ഒരു മുടി, ശരീരത്തിലെ പച്ചകുത്തൽ, ശരീര ഡ്രസ്സുകളിലെല്ലാം വൈകൃതം നിറഞ്ഞ ഒരു മിസ്റ്റീരിയസ് ലുക്ക്. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫ്രീക്ക്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫ്രീക്ക് ലുക്കിലേക്ക് കടന്നു വരും. കാരണം ഞാനൊരു സ്പെഷ്യൽ വ്യക്തിയാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മളെ കിടത്തിവിടാനായിട്ട് അവരറിയാതെ തന്നെ ഒരു അവരുടെ ഉള്ളിലേക്ക് കടന്നു വരും. മറ്റൊരു പ്രത്യേകത, അവരുടെ ദിനചര്യകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ദിനചര്യകളിൽ രാത്രി സമയം
ഉറക്കം കുറയുകയും പകൽ ഉറക്കം കൂടുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത പലരിലും കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും സ്വഭാവത്തിൽ വരുന്ന വൈകല്യം ഒരു കുടുംബ അന്തരീക്ഷത്തിൽ പ്രകടമായിട്ട് അതിനുള്ളൊരു വ്യത്യാസം കാണും. അനുസരണത്തിൻ്റെ കുറവ്, താന്തോന്നി അല്ലെങ്കിൽ സ്വയം ഇഷ്ടമനുസരിച്ച് മൂവ് ചെയ്യുന്നൊരു പ്രത്യേകത, അത് അമിതമായി കാണിക്കുന്ന ഒരവസ്ഥ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഉപയോഗം കൂടുന്നതിനനുസരിച്ച് ഇറിറ്റേഷൻ, ദേഷ്യം, ഞാൻ വലിയ ആളാണ് എന്നുള്ള തരത്തിലുള്ള വർത്തമാനങ്ങൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ ഗ്രാൻഡ്യോസിറ്റി, ഞാൻ ഇവരെക്കാൾ ഇത്തിരിയും ഉയർന്നൊരാളാണെന്നുള്ളൊരു ബോധത്തിൽ നിന്നുള്ള പ്രവർത്തികൾ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം യുക്തിക്കുക എന്നുള്ളതാണ്. റാഷണലൈസ്, ഞാൻ ചെയ്ത കാര്യം ശരിയാണെന്നുള്ള തരത്തിലുള്ള യുക്തിക്കുകയും നമ്മൾ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന വിധത്തിൽ കൺവിൻസ് ചെയ്യും. നമ്മൾ ഞാനത് ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളത് കൺവിൻസ് ചെയ്യുന്ന ഒരു പ്രവണത അവർക്കുണ്ടാകും. പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ അപ്പിയറൻസിൽ സാരമായ രീതിയിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇറിറ്റേഷൻ, അനുസരണമില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് ഒന്ന് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ അവരുടെ നീക്കങ്ങളെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാമെന്ന് അറിഞ്ഞിട്ടാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ യുവാക്കൾ ഉപയോഗിക്കുന്നത്. എങ്കിലും സ്വഭാവത്തിൽ നിന്ന് ഏറെക്കുറെ വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ അറിയാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളിൽ നിന്ന് നമുക്ക് ഇത് ഉപയോഗമുണ്ടോ എന്ന് ഒരു സംശയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. നിങ്ങളെല്ലാവരെയും സംശയിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്രകടമായ രീതിയിലുള്ള ഒരു സ്വഭാവ വ്യത്യാസത്തെ സംശയിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാനായിട്ട് ശ്രമം നടത്തുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.